6ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠം അൽ ഫൗസു സഹബി, സുവർണ വിജയം. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചത് ഒരു ഫുട്ബോൾ മത്സരം നടക്കുകയാണ്. ആ മത്സരത്തിൽ സൽമാൻ നയിച്ച ടീം വിജയിച്ചു. അവസാന നിമിഷങ്ങളിൽ സൽമാൻ്റെ കാലിൽ നിന്നും വന്ന ഒരു മാസ്മരിക ഗോളിനാലാണ് ആ വിജയം ഉണ്ടായത്. അങ്ങനെ ആ വിജയത്തിൻ്റെ ശേഷം സൽമാനെ ഒരു ചാനൽ റിപ്പോർട്ടർ ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ് ഈ പാഠം. അൽ ഫൗസു സഹബി, സുവർണ വിജയം. ഫൗസ് വിജയം, സഹബുൻ സ്വർണം, അൽ സഹബി സുവർണ, ഗോൾഡൻ വിക്ടറി. ഓക്കെ. അസ്ബഹ സൽമാൻ ബത്തലൻ ഫിൽ മുബാറാത്തി, സൽമാൻ മത്സരത്തിലെ താരമായി. അസ്ബഹ സൽമാൻ ബത്തലൻ, സൽമാൻ ഹീറോയായി, സ്റ്റാറായി, താരമായി. ഫിൽ മുബാറാത്തി, ആ മത്സരത്തിലെ. ഹന്ന അഹു അൽ ജമീഉ, എല്ലാവരും അവനെ അഭിനന്ദിച്ചു. ജറത്ത് മുക്കാബലത്തും ബൈനൽ ഖായിദി വ മുറാസിലത്തി ഖനാത്തിൻ, ക്യാപ്റ്റനും ഒരു ചാനൽ റിപ്പോർട്ടർക്കും ഇടയിലൊരു മുക്കാബലത്ത്, ഒരു ഇൻ്റർവ്യൂ നടന്നു. അതായത് ഒരു ചാനൽ റിപ്പോർട്ടർ ക്യാപ്റ്റൻ ആരാണ്? സൽമാനെ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. മുറാസിലത്തുൽ ഖനാത്ത്, ചാനൽ റിപ്പോർട്ടർ ആദ്യം തന്നെ പറയുന്നു, അജ്മലു തഹാനി വ തബ്രീക്കാത്ത്, അഭിനന്ദനങ്ങൾ, എല്ലാവിധ അഭിനന്ദനങ്ങളും. അപ്പോൾ സൽമാൻ, ശുക്രൻ, താങ്ക് യു, മർഹബൻ ബിക്കും, വെൽക്കം, സ്വാഗതം. മുറാസിലത്തുൽ ഖനാത്ത്, മാതാ തശ്ഉറു ബിഹാദൽ ഫൗസിൽ അലീം, ഈയൊരു മഹത്തായ വിജയത്തെക്കുറിച്ച് നിനക്കെന്തു തോന്നുന്നു? മാതാ തശ്ഉറു, നിനക്കെന്തു തോന്നുന്നു? ബിഹാദൽ ഫൗസിൽ അലീം, ഈയൊരു മഹത്തായ വിജയത്തിൽ, ഈയൊരു വിജയമുണ്ടായപ്പോൾ എന്തു തോന്നുന്നു എന്ന് ചോദിച്ചു. സൽമാൻ പറയുന്നു, അൽഹംദുലില്ലാ, നെഹ്നു മസ്റൂറുന ജിദ്ദൻ, ഞാൻ മാത്രമല്ല എൻ്റെ കൂടെയുള്ള കളിക്കാരും, അതാണ് നെഹ്നു, ഞങ്ങൾ മസ്റൂറുന ജിദ്ദൻ, ഞങ്ങളൊക്കെ വളരെയധികം സന്തോഷവാന്മാരാണ്. അപ്പം മുറാസിലത്ത് ചോദിക്കുന്നു, മാ സിറു ഹാദൽ ഫൗസി, ഈ വിജയത്തിൻ്റെ രഹസ്യം എന്താണ്? സിറ്, രഹസ്യം. മാ സിറു, എന്താണ് രഹസ്യം? ഹാദൽ ഫൗസി, ഈ വിജയത്തിൻ്റെ. സൽമാൻ, നുദാവിമു അലൽ മുമാറസത്തി വ റിയാദത്തിൽ ബദനിയത്തി, ഞങ്ങളെപ്പോഴും വ്യായാമം ചെയ്യും, അതേപോലെ പ്രാക്ടീസ് ചെയ്യും. നുദാവിമു, ഞങ്ങളെപ്പോഴും ചെയ്യും, പതിവാക്കും, ശീലമാക്കും. നുദാവിമു അലൽ മുമാറസത്തി, പ്രാക്ടീസ് ഞങ്ങൾ പതിവാക്കും. മുമാറസത്ത് പ്രാക്ടീസ്, പരിശീലനം, എന്നും പരിശീലിക്കും, ഫുട്ബോൾ പരിശീലിക്കും. പിന്നെയോ വ റിയാദത്തിൽ ബദനിയ, അതായത് നുദാവിമു അല റിയാദത്തിൽ ബദനിയ, ശാരീരികമായ വ്യായാമം, എക്സസൈസ് ഞങ്ങൾ പതിവാക്കും. പതിവായി എക്സസൈസ് ചെയ്യും, പരിശീലനവും നടത്തും. അതാണ് ഞങ്ങളുടെ വിജയത്തിൻ്റെ പിന്നിലുള്ള രഹസ്യം. മുറാസിലത്ത്, കൈഫ തുഹാഫിലൂന അലാ സിഹത്തിക്കും, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നത്? കൈഫ തുഹാഫിലൂന, എങ്ങനെയാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത്? അലാ സിഹത്തിക്കും, നിങ്ങളുടെ ആരോഗ്യം. സൽമാൻ പറയുന്നു, നഅതനി ബിൽ ആദാബി സുഹിയ്യത്തി വൽ അത്ഇമത്തിൽ മുതവാസിനത്തി, ഞങ്ങൾ ആരോഗ്യ മര്യാദകൾ പാലിക്കും, അതേപോലെ സമീകൃത ആഹാരം കഴിക്കും. നഅതനി, ഞങ്ങൾ പരിഗണിക്കും, ബിൽ ആദാബി സുഹിയ്യത്തി, ആരോഗ്യ മര്യാദകൾ മീൻസ് ആരോഗ്യകരമായ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്യൂ. ആരോഗ്യത്തിന് കോട്ടം തട്ടുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാറില്ല. അതേപോലെ വൽ അത്ഇമത്ത്, നഅതനി ബിൽ അത്ഇമത്തി, ഞങ്ങൾ ഭക്ഷണത്തിൻ്റെ കാര്യവും ശ്രദ്ധിക്കും. ഏത് ഭക്ഷണമാണ് ഞങ്ങൾ കഴിക്കുക? അൽ അത്ഇമത്തുൽ മുതവാസിന, സമീകൃതാഹാരം, അതായത് ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങൾ ലഭിക്കുന്ന ഭക്ഷണങ്ങൾ മാത്രമേ ഞങ്ങൾ കഴിക്കാറുള്ളൂ. വ നബ്തഇദു അനിൽ വജബാത്ത് സരീഅ, ഫാസ്റ്റ് ഫുഡ് ഞങ്ങൾ ഒഴിവാക്കും. വ നബ്തഇദു, ഞങ്ങൾ അകന്നു നിൽക്കും, അനിൽ വജബാത്ത് സരീഅത്ത്, ഫാസ്റ്റ് ഫുഡിൽ നിന്നും. മീൻസ് ഞങ്ങൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കാറില്ല, ആരോഗ്യത്തിന് ഗുണകരമായ ഭക്ഷണങ്ങൾ കഴിക്കും. ഇങ്ങനെയാണ് ഞങ്ങൾ ആരോഗ്യം സംരക്ഷിക്കുന്നത്. മുറാസിലത്തുൽ ഖനാത്ത്, മുംതാസ്, എക്സലൻറ്റ്, ദുംതും അലാ ഖൈരിൻ, നിങ്ങളെപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. അങ്ങനെ ആ ഇൻ്റർവ്യൂ അവസാനിച്ചു. ബിമ ഷഅറ സൽമാൻ ഇൻദമാ ഫാസ ഫരീഖുഹു ഫിൽ മുബാറാത്ത്, മത്സരത്തിൽ തൻ്റെ ടീം വിജയിച്ചപ്പോൾ സൽമാന് എന്താണ് തോന്നിയത്? ബിമ ഷഅറ, എന്തു തോന്നി? സൽമാന് എന്ത് തോന്നി? ഇൻദമാ ഫാസ, വിജയിച്ചപ്പോൾ, ഫരീഖുഹു, അവൻ്റെ ടീം, ഫിൽ മുബാറാത്ത്, മത്സരത്തിൽ അവൻ്റെ ടീം വിജയിച്ചപ്പോൾ സൽമാൻ എന്താണ് തോന്നിയത്? എന്താ തോന്നിയത്? സന്തോഷം തോന്നി അല്ലേ? അഭിമാനം തോന്നി. ഷഅറ സൽമാനു ബിൽ ഫറഹി,
സൽമാന് സന്തോഷം തോന്നി. ഷാറ സൽമാനു ബിൽ ഫഖ്രി, സൽമാൻ അഭിമാനം തോന്നി. ഓക്കെ. കൈഫ തുഹാഫിലൂന അല സിഹത്തി, നിങ്ങളോടാണ് ചോദ്യം. നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നത്? എങ്ങനെയാണ് ആരോഗ്യം സംരക്ഷിക്കുന്നത്? സൽമാൻ പറഞ്ഞതുപോലെ സമീകൃത ആഹാരങ്ങൾ കഴിക്കുക, വ്യായാമം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുക അല്ലേ. എന്നാൽ ആരോഗ്യം സംരക്ഷിക്കും. ഇത്തസല വാലിദു സൽമാൻ അബറൽ ഹാത്തിഫി, സൽമാൻ്റെ പിതാവ് സൽമാനെ ഫോണിൽ കൂടെ ബന്ധപ്പെട്ടു. ഇത്തസല കോണ്ടാക്റ്റ് ചെയ്തു, ബന്ധപ്പെട്ടു. വാലിദു സൽമാൻ, സൽമാൻ്റെ പിതാവ്, അബറൽ ഹാത്തിഫി ഫോണിൽ കൂടെ, അതായത് ഫോൺ വിളിച്ചു. വഹന്ന അഹു, എന്നിട്ട് അവനെ അഭിനന്ദിച്ചു. അലൽ ഫൗസി, വിജയത്തിൽ. ഫിൽ മുബാറാത്തി, മത്സരത്തിലുണ്ടായ വിജയത്തിൽ അവനെ അഭിനന്ദിച്ചു. അപ്പോൾ സൽമാനെ അഭിനന്ദിക്കാൻ വേണ്ടി പിതാവ് ഫോണിൽ വിളിച്ചു. എന്നിട്ട് പിതാവ് എന്തൊക്കെയാണ് പറയുന്നത്? യാ ബുനയ്യ, മോനെ, അൻത ഫഖ്രി, നീ എൻ്റെ അഭിമാനമാണ്. ഫഖ്ർ അഭിമാനം. അൻത ഫഖ്രി, നീ എൻ്റെ അഭിമാനമാണ്. ഷാഹത്തുൽ മുബാറാത്ത്, ഞാൻ മത്സരം കണ്ടു. ഞാൻ മത്സരം ടി വിയിൽ കണ്ടു അല്ലേ. ഖുംത ബി മുമാറസത്തിൽ ലഅബി, നീ കളി പരിശീലിച്ചു. ഖാമ ബി എന്ന് പറഞ്ഞാൽ നിർവഹിച്ചു, ചെയ്തു എന്നാണ് അർത്ഥം. ഖുംത ബി മുമാറസത്തി, നീ മുമാറസത്ത് ചെയ്തു. അതായത് മുമാറസത്ത് എന്നാൽ പരിശീലനം. നീ പരിശീലനം നിർവഹിച്ചു, മീൻസ് നീ പരിശീലിച്ചിട്ടുണ്ട്. അല്ലഅബ്, കളി. നീ കളി നന്നായി പരിശീലിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് കളി കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. വലഅബ്ത ജയീദൻ, നീ നന്നായി കളിച്ചു. ലഅബ്ത, നീ കളിച്ചു. ജയീദൻ, നന്നായി. സജ്ജൽത അൽ ഹദഫ, നീ ഗോൾ രേഖപ്പെടുത്തി. സജ്ജൽത, നീ രേഖപ്പെടുത്തി. അൽ ഹദഫ, ഗോൾ. വഹസൽത അലൽ കഅസി, നീ കപ്പ് നേടി. ഹസൽത, നീ നേടി. അലൽ കഅസി, കപ്പ്. ഇതാണ് സൽമാൻ്റെ പിതാവ് സൽമാനെ ഫോൺ വിളിച്ച് പറഞ്ഞത്. ഇവിടെ ചില വാക്കുകൾ ചുവന്ന നിറത്തിൽ കാണാം. ഏതൊക്കെയാണത്? അൻത, നീ. കുംത, നീ നിർവഹിച്ചു. കുംത ബി. ലഅബ്ത, നീ കളിച്ചു. സജ്ജൽത, നീ രേഖപ്പെടുത്തി. ഹസൽത, നീ നേടി. ഫെയിലിൻ്റെ അവസാനത്തിൽ ത എന്ന് ചേർത്തുകൊണ്ട് ഫെയിൽ പറഞ്ഞാൽ നീ ചെയ്തു എന്ന അർത്ഥം കിട്ടും. ഇവിടെ കൊടുത്തിട്ടുണ്ട്. അൻത എന്ന ഈ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയാണ്? ഫതഹ്ത, നീ വിജയിച്ചു അല്ലെങ്കിൽ നീ തുറന്നു. അത് എങ്ങനെയാണ് ഫതഹ്ത ആയത്? ഫതഹ എന്നതാണ് ഫെയിലിൻ്റെ ശരിയായ രൂപം. അതിൻ്റെ കൂടെ അൻത എന്ന വാക്ക് കൂട്ടിച്ചേർത്തപ്പോൾ ഫതഹ്ത എന്നായി. ഫതഹ, തുറന്നു, പ്ലസ് അൻത, നീ. ഫതഹ പ്ലസ് അൻത, നീ തുറന്നു. അതെങ്ങനെ പറയും? ഫതഹ്ത. ഇനി ജലസ്ത, ജലസ പ്ലസ് അൻത. ജലസ, ഇരുന്നു. അൻത, നീ. രണ്ടും കൂടി കൂട്ടിച്ചേർത്തപ്പോൾ ജലസ്ത, നീ ഇരുന്നു എന്ന് കിട്ടി. ലഅബ്ത, നീ കളിച്ചു. ലഅബ, കളിച്ചു, പ്ലസ് അൻത, നീ. ലഅബ്ത, നീ കളിച്ചു. അക്കൽത്ത, നീ തിന്നു. അക്കല പ്ലസ് അൻത, നീ തിന്നു. ഓക്കെ. ഇനി ഇവിടെ അൻതും, അൻതയുടെ ജം ആണ് അൻതും. അൻത എന്നാൽ നീ, അൻതും നിങ്ങൾ. ഫതഹത്തും എന്നാണ് കാണുന്നത്. ഇവിടെ ഫതഹത്ത, നീ തുറന്നു എന്നാണ് അല്ലേ. അത് ഫതഹ പ്ലസ് അൻതയാണ്. എന്നാൽ ഇവിടെ ഫതഹ പ്ലസ് അൻതും, അപ്പോൾ എന്തായി? ഫതഹത്തും എന്നായി, നിങ്ങൾ തുറന്നു. പിന്നെ ജലസ്തും, ജലസ പ്ലസ് അൻതും, നിങ്ങൾ തുറന്നു. ജലസ്തും. ലഅബ്തും, നിങ്ങൾ കളിച്ചു. ലഅബ പ്ലസ് അൻതും, ലഅബ്തും, നിങ്ങൾ കളിച്ചു. അക്കൽത്തും, നിങ്ങൾ തിന്നു. അക്കല പ്ലസ് അൻതും, അക്കൽത്തും, നിങ്ങൾ തിന്നു. ഇങ്ങനെയാണ് നീ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു എന്ന് പറയാൻ വേണ്ടി ഫെയിലുകൾ ഉണ്ടാക്കുന്നത്. ഏത് ഫെയിൽ കിട്ടിയാലും ഇതേപോലെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയണം. മറ്റുള്ള ഫെയിലുകൾ ഇതേപോലെ ചെയ്തു നോക്കുക. റഹബ, റഹബ്ത, റഹബ്തും. ശരിബ, ശരിബ്ത, ശരിബ്തും. ആ രൂപത്തിൽ ഉണ്ടാക്കി നോക്കുക. പിന്നെ നഖറഉ വനസ്തഖ്ദിമു, നമുക്ക് വായിച്ച് ഉപയോഗിക്കാം. യുദാവിമു അല്ലാഇബു അല റിയാദത്തിൽ ബദനിയത്തി, കളിക്കാരൻ ശാരീരിക വ്യായാമം പതിവാക്കുന്നു. യുദാവിമു, പതിവാക്കുന്നു. അല്ലായിബു, കളിക്കാരൻ. അല റിയാദത്തിൽ ബദനിയ, വ്യായാമം പതിവാക്കുന്നു. ഇനി യുദാവിമു ദാരിസു അല ഖിറാഅത്തിൽ ജരീദ, പത്രവായന, വിദ്യാർത്ഥി പത്രവായന പതിവാക്കുന്നു. അതായത് വിദ്യാർത്ഥി എന്നും പത്രം വായിക്കുന്നു. അതേപോലെ മറ്റൊരു സെൻറ്റൻസ് നമ്മളിവിടെ ഉണ്ടാക്കണം.
യുദാവിമുൽ മുസാരിഉ അല ഇഹ്തിമാമി സറഇഹി. കർഷകൻ തൻ്റെ കൃഷിയെ പതിവായി പരിഗണിക്കുന്നു, പരിചരിക്കുന്നു. അതേപോലെ സെൻറ്റൻസുകൾ ഉണ്ടാക്കുക. പിന്നെ യുഹാഫിലു അല, സംരക്ഷിക്കുന്നു എന്നർത്ഥം. യുഹാഫിലു ലാഇബു അല സിഹത്തി, കളിക്കാരൻ ആരോഗ്യം സംരക്ഷിക്കുന്നു. യുഹാഫിലു അല. യുഹാഫിലു അഹ്ലുൽ ഖറിയത്തി അലൽ ബിഅത്തി, നാട്ടുകാർ പരിസ്ഥിതി സംരക്ഷിക്കുന്നു. യുഹാഫിലു സംരക്ഷിക്കുന്നു, അഹ്ലുൽ ഖറിയത്തി നാട്ടുകാർ, ഗ്രാമനിവാസികൾ, അലൽ ബിഅത്തി പരിസ്ഥിതി സംരക്ഷിക്കുന്നു. അതേപോലെ ഒന്ന് കൂട്ടിച്ചേർക്കാം. യുഹാഫിലു ത്വാഇറു അലൽ അഫ്രാഹി, പക്ഷി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നു. യുഹാഫിലു ത്വാഇറു, പക്ഷി സംരക്ഷിക്കുന്നു, അലൽ അഫ്രാഹ് പക്ഷിക്കുഞ്ഞുങ്ങളെ. ഫർഹുൻ ജം അഫ്രാഹ് പക്ഷിക്കുഞ്ഞുങ്ങൾ. യഷ്ഉറു ബി, അതായത് നമുക്ക് അനുഭവപ്പെടുക, തോന്നുക, ഫീൽ ചെയ്യുക. യഷ്ഉറു ലാഇബൂന ബിൽ ഫറഹി ഇൻദൽ ഫൗസി, വിജയിക്കുമ്പോൾ കളിക്കാർക്ക് സന്തോഷം തോന്നുന്നു. യഷ്ഉറു ലാഇബൂന, കളിക്കാർക്ക് തോന്നുന്നു, ബിൽ ഫറഹി സന്തോഷം തോന്നുന്നു, ഇൻദൽ ഫൗസി വിജയിക്കുമ്പോൾ. അതേപോലെ യഷ്ഉറുൽ ഫരീഖു ബിൽ ഹുസ്നി ഇൻദൽ ഹസീമ, പരാജയപ്പെടുമ്പോൾ ടീമിന് ദുഃഖം തോന്നുന്നു. യഷ്ഉറുൽ ഫരീഖു, ടീമിന് തോന്നുന്നു, ടീമിന് അനുഭവപ്പെടുന്നു, ബിൽ ഹുസ്നി ദുഃഖം, ഇൻദൽ ഹസീമ പരാജയപ്പെടുമ്പോൾ. അതേപോലെ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാം. യഷ്ഉറു ത്വാലിബു ബിൽ ഫറഹി ഇൻദൻ നജാഹി, വിജയിക്കുമ്പോൾ വിദ്യാർത്ഥിക്ക് സന്തോഷം തോന്നുന്നു. യഷ്ഉറു ത്വാലിബു, വിദ്യാർത്ഥിക്ക് തോന്നുന്നു, ബിൽ ഫറഹി സന്തോഷം തോന്നുന്നു, ഇൻദൻ നജാഹി വിജയിക്കുമ്പോൾ. വേണമെങ്കിൽ ഇൻദൻ നജാഹി ഫിൽ ഇംതിഹാനി, പരീക്ഷയിൽ വിജയിക്കുമ്പോൾ എന്നാക്കാം. ഓക്കെ, ഇനി ഹന്ന നാദിറുൽ മദ്രസത്തി അൽ ഫരീഖ ബി ഫൗസിഹിം ഫിൽ മുബാറാത്തി, മത്സരത്തിൽ വിജയിച്ചതിനാൽ ഹെഡ് മാസ്റ്റർ ആ ടീമിനെ അഭിനന്ദിച്ചു. ഹന്ന നാദിറുൽ മദ്രസത്തി, ഹെഡ് മാസ്റ്റർ അഭിനന്ദിച്ചു, അൽ ഫരീഖ ആ ടീമിനെ, വിജയിച്ച ടീമിനെ, ബി ഫൗസിഹിം അവരുടെ വിജയത്തിൽ, ഫിൽ മുബാറാത്തി മത്സരത്തിൽ, ഫുട്ബോൾ മത്സരത്തിൽ വിജയിച്ചതിനെ അഭിനന്ദിച്ചു. നുറാജിയുൽ ഹിക്കായത്ത വനക്കുമിലും, ആ അഭിനന്ദിച്ച കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് നമുക്ക് വായിച്ചു നോക്കി പൂരിപ്പിക്കാം. യാ ഔലാദ്, ഹെഡ് മാസ്റ്റർ പറയുകയാണ്, യാ ഔലാദ് കുട്ടികളെ, അൻതും ഫഹ്റുന, നിങ്ങൾ ഞങ്ങളുടെ അഭിമാനമാണ്. നേരത്തെ സൽമാൻ്റെ പിതാവ് സൽമാനോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. സൽമാൻ്റെ പിതാവ് പറഞ്ഞത് യാ ബുനയ്യ, മോനെ എന്നായിരുന്നു വിളിച്ചത്. സൽമാനോട് മാത്രം പറയുകയാണ് അല്ലേ. അപ്പോൾ അൻത എന്നാണ് ഉപയോഗിച്ചത്. ബാക്കിയുള്ളതൊക്കെ നീ എന്നായതുകൊണ്ട് കുംത, ഹസൽത്ത, സജ്ജൽത്ത, ലൈബ്ത എന്നാണ് പറഞ്ഞത്. ഇനി ഇപ്പോൾ ഹെഡ് മാസ്റ്റർ പറയുന്നത് നിങ്ങൾ എന്നാണ്. ഇവരെ ടീമിലെ എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. അപ്പോൾ യാ ഔലാദ് കുട്ടികളെ, അൻതും ഫഹ്റുന, അൻത എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, അൻത എന്നാൽ നീ എന്നാണ് അല്ലേ. നിങ്ങൾ എന്ന് പറയാൻ അൻതും ആണ് പറയേണ്ടത്. അൻതും ഫഹ്റുന, നിങ്ങൾ ഞങ്ങളുടെ അഭിമാനമാണ്. ഫഹ്റുന ഞങ്ങളുടെ, അതായത് ഞങ്ങൾ അധ്യാപകരുടെ. ഷാഹത്തുൽ മുബാറാത്ത, ഞാൻ മത്സരം കണ്ടു. വക്കുംതും ബി മുമാറസത്തിൽ ലഅബി, നിങ്ങൾ കളി പരിശീലിച്ചു. നേരത്തെ കുംത ബി മുമാറസ്തി എന്നായിരുന്നു പറഞ്ഞത് അല്ലേ. ഇവിടെ കുംതും ബി മുമാറസത്തിൽ ലഅബി, നിങ്ങൾ കളി പരിശീലിച്ചു. പിന്നെയോ വലഇബ്ത ജയ്ദൻ നേരത്തെ പറഞ്ഞത്, ഇവിടെ നിങ്ങൾ കളിച്ചു എന്ന് പറയണം. അപ്പോൾ വലഇബ്തും ജയ്ദൻ, നിങ്ങൾ നന്നായി കളിച്ചു. പിന്നെ വസജ്ജൽത്തും അൽ ഹദഫ, നിങ്ങൾ ഗോളി രേഖപ്പെടുത്തി. സജ്ജല രേഖപ്പെടുത്തി, സജ്ജൽത്തും നിങ്ങൾ രേഖപ്പെടുത്തി. വ ഹസൽത്തും അലൽ കഅസി, നിങ്ങൾ കപ്പ് നേടി. നേരത്തെ ഹസൽത്ത അലൽ കഅസി എന്നായിരുന്നു പറഞ്ഞത്. ഇവിടെ നിങ്ങളായതുകൊണ്ട് ഹസൽത്തും അലൽ കഅസി, നിങ്ങൾ കപ്പ് നേടി. ഇനി നുഇദ് മുദക്കിറത്തൻ അൻ ആദാത്തിന അസ്സഹിയത്തി, നമുക്ക് നമ്മുടെ ആരോഗ്യകരമായ ശീലങ്ങളെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാം. ഹസബ ആദാത്തി സൽമാൻ, സൽമാൻ്റെ ശീലങ്ങൾക്കനുസരിച്ച്. സൽമാൻ എന്തൊക്കെ ചെയ്യുമെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതേപോലെ സൽമാൻ്റെ പകരം ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരും എഴുതേണ്ടത്. സൽമാൻ്റെ ശീലങ്ങളാണ് ഇവിടെ കൊടുത്തത്. ആദാത്ത് സൽമാൻ, സൽമാൻ്റെ പതിവുകൾ എന്തൊക്കെയാണ്? യനാമു മുബക്കിറൻ, അവൻ നേരത്തെ ഉറങ്ങും. യനാമു അവൻ ഉറങ്ങും, മുബക്കിറൻ നേരത്തെ. യസ്തൈഖലു ഫജറൻ, ഫജറിൽ പ്രഭാതത്തിൽ എഴുന്നേൽക്കും. യസ്തൈഖലു അവൻ എഴുന്നേൽക്കും, ഫജറൻ പ്രഭാതത്തിൽ. യുമാരിസു റിയാദത്ത വ്യായാമം ചെയ്യും.
യുമാരിസു അവൻ പരിശീലിക്കും, റിയാദ വ്യായാമം, അതായത് വ്യായാമം ചെയ്യും. യത്തനാവലുൽ ഖിദാ അൽ മുതവാസിന സമീകൃത ആഹാരം കഴിക്കും. യത്തനാവലു അവൻ കഴിക്കും, അൽ ഖിദാ അൽ മുതവാസിന സമീകൃതാഹാരം. യബ്തഇദു അനിൽ വജബാത്തി സരിയ ഫാസ്റ്റ് ഫുഡിനെ തൊട്ട് അവൻ അകന്നു നിൽക്കും. യബ്തഇദു അവൻ അകന്നു നിൽക്കും, അകലം പാലിക്കും, അനിൽ വജബാത്തി സരിയ ഫാസ്റ്റ് ഫുഡുകളെ തൊട്ട്. യഹ്തമ്മു ബിൻ നലാഫ അവൻ വൃത്തി സൂക്ഷിക്കും, വൃത്തിയുടെ കാര്യം എപ്പോഴും പരിഗണിക്കും. ഇനി ഈ കാര്യങ്ങൾ തന്നെ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയാൽ മതി. അതെങ്ങനെ എഴുതാം? യനാമു മുബക്കിറൻ എന്നുള്ളത് അനാമു മുബക്കിറൻ, ഞാൻ നേരത്തെ ഉറങ്ങും. യനാമു ആകുമ്പോൾ അവൻ ഉറങ്ങും എന്നാണ്. യ വരികയാണെങ്കിൽ അവൻ എന്നാണ്. ആയാണെങ്കിലോ ഞാൻ, അനാമു ഞാൻ ഉറങ്ങും. യസ്തൈക്കലു ഫജറൻ പ്രഭാതത്തിൽ അവൻ എഴുന്നേൽക്കും, ഞാനാണിവിടെ അല്ലേ. അപ്പോൾ അസ്തൈക്കലു ഫജറൻ ഞാൻ പ്രഭാതത്തിൽ എഴുന്നേൽക്കും. പിന്നെ യുമാരിസു റിയാദത്താണുള്ളത്, അത് ഉമാരിസു റിയാദത്ത ഞാൻ വ്യായാമം ചെയ്യും. യത്തനാവലു മാറ്റിയിട്ട് അത്തനാവലുൽ ഖിദാ അൽ മുതവാസിന ഞാൻ സമീകൃതാഹാരം കഴിക്കും. പിന്നെ അബ്തഇദു അനിൽ വജബാത്തി സരിയ ഞാൻ ഫാസ്റ്റ് ഫുഡിൽ നിന്നും അകന്നു നിൽക്കും. അഹ്തമ്മു ബിൻ നലാഫ ഞാൻ വൃത്തി സൂക്ഷിക്കും. ഇങ്ങനെ എഴുതാം. അപ്പോൾ മുളാരിയ ഫീലിൻ്റെ ആദ്യത്തെ അക്ഷരം യാ ആണെങ്കിൽ അവൻ ആയിരിക്കും അർത്ഥം. ആദ്യത്തെ അക്ഷരം ഹംസ ആണെങ്കിലോ ഞാൻ. ഇനി ആദ്യത്തെ അക്ഷരം നൂനാണെങ്കിൽ ഞങ്ങൾ. ഓക്കെ, ഇത്രയുമാണ് ഈ പാഠത്തിലുള്ളത്.